ഹായ് വെൽക്കം ബാക്ക് സനം വ്ളോഗിൻ്റെ ചെറിയ വിശേഷം നിങ്ങൾക്ക് കാണാം. എൻ്റെ വിശേഷം എന്ന് പറയുന്നത് ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഞാൻ ചെമ്മീൻ ബിരിയാണി ആദ്യമായിട്ടാണ് ഞാൻ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും താഴെ അതുപോലെ തന്നെ കമൻറ്റ് ബട്ടണിൽ കമൻറ്റ് കൊടുക്കാനും മറക്കല്ലേ. ഞാനിത് ഞാൻ ആദ്യം മന്തി അരിയിൽ ഇതിനെ വേവിച്ചെടുത്തതാണ്. വേവിക്കുന്ന സമയത്ത് ഇതിലേക്ക് ക്യാരറ്റും അതുപോലെ തന്നെ നെയ്ച്ചോറ് മസാല ഒക്കെ ഇട്ട് വേവിച്ചതാണ്. പിന്നെ ചെമ്മീൻ നല്ല കഴുകി വൃത്തിയാക്കി അതിനുശേഷം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിങ്ങനെ സാധാരണ മസാല ചിക്കന് ബിരിയാണി ആക്കുന്ന മസാല പോലെ തന്നെയാണ് ഇതിനുണ്ടാക്കുന്നത്. പക്ഷെ അടിപൊളി എത്ര കഴിച്ചാലും മതിയാവാത്ത അത്രയും ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയതാണെങ്കിലും നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാനിത് ഫ്രൈ ചെയ്തിട്ടല്ല കേട്ടോ മസാലയൊക്കെ ഇട്ടിട്ടുള്ളത്, ഇത് വേവിച്ചതാണ്. അപ്പോൾ ആദ്യം വേവിച്ച വെള്ളം തന്നെ നമ്മൾ ആദ്യം ചെമ്മീൻ വേവിക്കുന്നുണ്ടല്ലോ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട്, ആ വെള്ളത്തിൽ തന്നെ നമ്മൾ ചോറ് വേവിച്ചാൽ അതിനേക്കാളും ടേസ്റ്റായിട്ട് കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നു. അപ്പോൾ അത് പിന്നെയാണ് ഞാൻ ഇത് മനസ്സിലാക്കിയത്. അപ്പം ഞാൻ ചിക്കനെല്ലാം ബിരിയാണി ആക്കുന്ന സമയത്ത് അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ്. പിന്നെ ഇതിപ്പോൾ ഞാൻ മസാലയൊക്കെ ഉള്ള ചെമ്മീൻ്റെ മസാല ഉണ്ടാകുന്നില്ലേ, ബിരിയാണി മസാല, അതിനുള്ള മസാല ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ സാധാരണ ചിക്കൻ ബിരിയാണിക്ക് ഇടുന്ന അതേപോലെ തന്നെ മസാലയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് എരിവും ഇതിലേക്ക് എന്തായാലും നിർബന്ധം. എന്ന് വെച്ചാൽ നമ്മൾ ചെമ്മീൻ കുറച്ച് മധുരമല്ലോ, അതുകൊണ്ട് നമുക്ക് ചെമ്മീനിലേക്ക് കുറച്ച് എരിവ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അത് നമ്മൾ കുരുമുളക് ഉണ്ടാകും, അത് ഇട്ട് കൊടുത്താലും നല്ല എരിവായിരിക്കും കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ ബിരിയാണിക്ക് ഇങ്ങനെ അതുപോലെ തന്നെ മസാലാക്കി എടുത്തതാണ്. അപ്പം നിങ്ങളുടെ വിശേഷം എന്താ? മഴയുണ്ടോ നാട്ടിൽ? ഞങ്ങളിവിടെ കുറച്ച് ദിവസം മഴയില്ല, നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ എല്ലാവരും സേഫാണല്ലോ? പിന്നെ ഏതായാലും മഴ കുറഞ്ഞു, കർക്കിടകം തീർന്നു, പിന്നെ ചിങ്ങമാസം വന്നു, ഇനി ഓണത്തിൻ്റെ പുലരിയാണ്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എനിക്ക് മസാല റെഡി ആയതിനു ശേഷം പിന്നെ അതിനുള്ള മസാലകളൊക്കെ ചിക്കൻ അതുപോലെ തന്നെ ബിരിയാണി മസാല അങ്ങനെയുള്ള മസാലകളൊക്കെ ഇതിനിട്ട് ഇട്ട് ഗരം മസാല, പിന്നെ ഗരം മസാലൻ്റെ റെഡിയോടെ ഉണ്ടെങ്കിൽ അതും നമ്മൾ ഇട്ട് കൊടുത്താൽ അതിനേക്കാൾ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാകും. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ പിന്നെ പുതിനയില ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം ഇങ്ങനെ കറിവേപ്പില അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ ചെമ്മീൻ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ടാകും. ആ ചെമ്മീനാണ് ഞാൻ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം ഞങ്ങൾ കുറേ പേരാണെങ്കിൽ ഒരുപാട് ചെമ്മീനൊക്കെ ആവശ്യമാണ്. അപ്പം ഞങ്ങൾ കുറച്ച് പേര് 2 പേര് അങ്ങനെ ഉള്ള ഫുഡാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിനുള്ള ചെമ്മീനാണ് ഇതിലേക്ക് കിട്ടിയത്. എന്തൊരു ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. ചോറ് നല്ല ടേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ നെയ്യൊന്നും ഒഴിക്കാം, എനിക്ക് നെയ്യ് വല്ല ടേസ്റ്റ് ആകുന്നില്ല എൻ്റെ മോഹം. പക്ഷേ എനിക്ക് എണ്ണയിലാണ് ഞാൻ ഏകദേശം ബിരിയാണിയൊക്കെ ഉണ്ടാക്കാറ്. പിന്നെ ഞാനിത് മസാല ആക്കിയതിനു ശേഷം കുറച്ചുകൂടി ചെമ്മീൻ വേവാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെമ്മീൻ വേവിച്ച് വെച്ച വെള്ളം ഉണ്ടായിരുന്നു, അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കുറച്ച് കുറവ വറ്റും വരെ അതിനെ ഞാൻ തിളപ്പിച്ചെടുത്തതാണ്. അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് പുളി വരാൻ വേണ്ടിയിട്ട് ഒരു ചെറുപ്പുളി നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിനേക്കാളും നല്ല ടേസ്റ്റായിട്ട് കിട്ടും. നല്ലൊരു നല്ലൊരു ചോറായിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റായ ചോറായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ബിരിയാണി ഇഷ്ടപ്പെട്ട് കാണുന്നു. നമ്മളറിയാവുന്നത് പോലെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞാൻ യൂട്യൂബിൽ നോക്കിയ ഒന്നുമല്ല, എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്നോ കാണുന്നു. പക്ഷെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് നിങ്ങളൊന്ന് കൊടുത്തേക്കണേ. പക്ഷെ നമ്മൾ അറിയാവുന്ന എല്ലാവരും നമ്മളെക്കാളും ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മൾ വലിയ ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാർ, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡും കാര്യങ്ങളും മാത്രം നിങ്ങളെ മുമ്പിലേക്ക് കാണിക്കുന്നതേ ഉള്ളൂ. നമുക്ക് വലിയ ഫുഡ് ഉണ്ടാക്കുന്നതുകൊണ്ട് എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ക്ഷമിക്കണം കേട്ടോ. നമുക്ക് വലിയ ഫുഡ് ഉണ്ടാക്കണമെന്ന് അറിയത്തില്ല. അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും നമുക്ക് വ്ളോഗ് ചെയ്യണമല്ലോ, അങ്ങനെ നമ്മൾ എന്തായാലും ചിലതൊക്കെ നമ്മൾ അറിയാവുന്ന രീതിയിൽ നമ്മൾ ഉണ്ടാക്കി നിങ്ങൾക്ക് മുമ്പിലേക്ക് നമ്മൾ കാണിക്കുന്നത്. അപ്പം നിങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടണം കേട്ടോ നമ്മളെ വീഡിയോ ഒക്കെ. അപ്പം ഞാൻ വേവിച്ചിട്ട് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ചോറിന് അതിലേക്ക് ഇട്ട് കൊടുത്തു.
നല്ല കാണുന്നുണ്ടല്ലോ, ഈ ചോറ് കാണുമ്പോൾ നല്ല നിങ്ങൾക്ക് നല്ല നല്ലതായി തോന്നുന്നുണ്ടല്ലോ. ഇതിന് 70 അങ്ങനെ രൂപയാണ് ഈ അരിക്കുള്ളത്. പക്ഷെ ഇത് വേവാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. പിന്നെ രാവിലെ കുട്ടികൾ സ്കൂൾക്ക് പോകുന്ന സമയത്ത് അത്ര തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടില്ല. തലേ ദിവസം വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പം രാവിലെ കുട്ടികൾക്ക് എന്തെങ്കിലും ചിക്കൻ അങ്ങനെ അതിലേക്ക് എന്തെങ്കിലും ഫ്രൈഡ് റൈസ് ആക്കി നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് നമ്മൾ ഇതിലേക്ക് തേങ്ങെണ്ണ ഒഴിച്ച് കൊടുത്താൽ ബെറ്ററായിരുന്നു. എൻ്റെ അടുത്ത് തേങ്ങെണ്ണ ഉണ്ടായിരുന്നില്ല കേട്ടോ. തേങ്ങെണ്ണ ഒഴിച്ച് കൊടുത്താലാണ് നമുക്ക് നല്ല ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ സാധാരണ ആൾക്കാർ നെയ്യാണ് ഒഴിക്കാറ്. പക്ഷേ എനിക്ക് നെയ്യിന് അത്യാവശ്യം ഏറ്റവും ഇഷ്ടപ്പെടാത്ത സംഭവമാണ് നെയ്യ്. അപ്പം ഞാനെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ദമ്മിട്ട് വെച്ചതാണ്. പിന്നെ അതിലേക്ക് നീരുള്ളി കുറച്ച് നല്ല ഫ്രൈ ചെയ്തിട്ട് നീരുള്ളി, അതുപോലെ തന്നെ കറിവേപ്പില, പിന്നെ വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ഞാൻ മണ്ടിപ്പരിപ്പ് അങ്ങനെ മുന്തിരി അതൊക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് അതുപോലെ വറുത്തെടുത്ത് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ എപ്പം പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ മുമ്പ് ഒരുപാട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, അതൊന്നും പോയി നിങ്ങൾ കാണണേ പ്ലീസ്. അതുപോലെ തന്നെ താഴെ കമൻ്റ് ഒന്ന് കൊടുക്കണേ, ലൈക്ക് ചെയ്യണേ. നിങ്ങൾ പരമാവധി നമ്മുടെ വീഡിയോ കാണുമ്പോൾ ആദ്യമായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യണേ പ്ലീസ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.